ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് 10th ഫെബ്രുവരിയാണ് ഡേറ്റ്. ഞാൻ ഫ്രൈഡേയിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഇന്ന് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഈ ഫ്രൈഡേ എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ കോൾ സൈഡ് എൻട്രിയാണ് എടുത്തത്. ഇവിടുന്ന് ബൈങ് വന്നു. ഇവിടെ എൻ്റെ ടാർഗറ്റ് ഹിറ്റ്, പക്ഷേ ഞാനത് പ്രീമിയം നല്ല രീതിക്ക് പോയില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാനത് ഹോൾഡ് ചെയ്തു. ഒരൊറ്റ ക്യാൻഡിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് കോസ്റ്റ് ഹിറ്റായി. കോസ്റ്റ് അല്ല, ആ ഒരു ലോസിലേക്ക് വന്നു. ഞാൻ അങ്ങനെ വന്നപ്പോൾ പിന്നെ അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജസ്റ്റ് കോസ്റ്റെങ്കിൽ ഇറങ്ങാമെന്നുള്ളൊരിതിന് 400 റുപ്പീസിൻ്റെ ലോസിൽ ഞാനത് എക്സിറ്റ് ചെയ്തു. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു RBI പോളിസി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ബൈങ് തന്നെ ആയിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും. ഫെബ്രുവരി സ്റ്റാർട്ടിങ് മുതൽ ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടും അതിൻ്റെ അനാലിസിസ് ഒന്നും ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബോത്ത് പോസിബിലിറ്റീസ് ഉണ്ട്. ബൈയിങ്ങും സെല്ലിങ്ങിൻ്റെ പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. ഗ്യാപ്പ് അപ്പിലും സെയിം ബൈയിങ്ങും സെല്ലിങ്ങിൻ്റെയും പോസിബിലിറ്റീസ് നോക്കും. മാർക്കറ്റിൻ്റെ ആ സമയത്ത് മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഗ്യാപ്പ് ഡൗണിൽ ബൈയിങ് ആയിരിക്കും. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കും. വലിയ ഗ്യാപ്പ് ഡൗൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സെല്ലിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാനിങ്. സോ ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.